കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടുമെന്ന അഭ്യൂഹത്തിനിടെ ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കാണും. രാവിലെ 11:30 കോട്ടയത്തെ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് വാർത്താ സമ്മേളനം. മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള നിലപാട് ജോസ് കെ മാണി വ്യക്തമാക്കും. വിഷ്ണുപ്രകാശ് വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പമുണ്ട്. വിഷ്ണുപ്രകാശ്, ഗുഡ് മോർണിംഗ്. ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കേരള കോൺഗ്രസിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, ഈ സ്ഫോടനാത്മകമായ എന്തെങ്കിലും പ്രഖ്യാപിക്കാൻ ഉണ്ടാകുമോ എന്നത്, വിശദാംശങ്ങൾ എന്ത്? മോദി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് ഈ വരുന്ന ഇലക്ഷനിൽ ഏത് മുന്നണിക്കൊപ്പം നിൽക്കുമെന്നുള്ളത്. നിലവിൽ ഇടതുമുന്നണിയുടെ ഒപ്പമാണെങ്കിലും UDF-ലേക്ക് അവർ ചേക്കേറാനുള്ള ഒരു സാധ്യത, അതിന്റെ ചർച്ചകളെല്ലാം സജീവമായി നടക്കുന്നു. മറ്റു വേദികളിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും അതുപോലെ തന്നെ പുറത്തും വളരെ ചർച്ചകൾ സജീവമായി നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നിപ്പോൾ ജോസ് കെ മാണി തന്നെ മാധ്യമങ്ങളെ 11:30 കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരം ലഭിക്കുന്നത്. ഏതായാലും വലിയ ചർച്ചകൾ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ പോസ്റ്റുകൾ ഇടുന്നു, പോസ്റ്റുകൾ തിരുത്തുന്നു, അങ്ങനെ പലതരത്തിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ചുവടുമാറ്റം ഒരുപക്ഷെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനകൾ പല കോണിൽ നിന്നും അതിന്റെ ഒരു വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിലൊന്നും ജോസ് കെ മാണി, പാർട്ടിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ അതിനാണ് ഇന്നിപ്പോൾ 11:30 ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു മറുപടി ലഭിക്കുക എന്നുള്ളൊരു കണക്കുകൂട്ടലാണുള്ളത്. ഏത് കാര്യത്തിലാണ് ഈ മാധ്യമങ്ങളെ കാണാൻ ജോസ് കെ മാണി തയ്യാറായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും 11:30 കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നിപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഈ ചർച്ചകൾ സജീവമായിരിക്കുന്ന ഈ പാർട്ടി വിടുന്ന അല്ലെങ്കിൽ UDF-ലോട്ട് കയറുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയാണ്. അപ്പോൾ ഇതുവരെ നേരിട്ട് ഒരു വ്യക്തത വരുത്താത്ത ജോസ് കെ മാണി ഈ ഒരു കാര്യത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരുപക്ഷെ തുറന്ന് സമ്മതിച്ചേക്കാം, അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞേക്കാം. എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള, മോത്തി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ പാർട്ടിയിൽ തന്നെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തന്നെ ഒരു 2 ചേരിയുണ്ട്. ഇപ്പോൾ നേരത്തെ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ അത് ഇടതുമുന്നണിക്കൊപ്പം തന്നെ അവർ തുടരും എന്നുള്ള കാര്യത്തിൽ അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു നിലപാട് ഇതിൽ നിർണായകമാണ്. ജോസ് കെ മാണി എന്ത് നിലപാട് സ്വീകരിക്കും? ഈ പറയുന്ന പാർട്ടിയുടെ ഒപ്പം തന്നെ പാർട്ടിയിലുള്ള എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട്, ഇല്ലെങ്കിൽ അവരെ അടക്കമുള്ളവർ അങ്ങനെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെന്ന വാശിയിൽ തുടർന്നാൽ അവർക്ക് അവരുടെ തീരുമാനം എടുക്കാം എന്ന് വന്നാൽ ഒരു പാർട്ടി മാറ്റത്തിനുള്ള വഴിയൊരുങ്ങലാവും പിന്നെ ഉണ്ടാവുക. അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? LDF-ൽ തന്നെ തുടരുന്നു എന്നതിൽ എന്തെങ്കിലും അറിയിപ്പോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എന്തെങ്കിലും ഉറച്ചു നിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഇവരുടെ ഭാഗത്തു നിന്ന് പുതിയ എന്തെങ്കിലും വിശദീകരണമൊക്കെ വന്നിട്ടുണ്ടോ? നേരത്തെ പ്രമോദ് നാരായണനും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും ഇക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലടക്കം വ്യക്തമാക്കിയതാണ് അവർ തുടരും, LDF-ൽ തന്നെ തുടരും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കിയതാണ്. അപ്പോൾ പിന്നെയും പാർട്ടിയുടെ ഉള്ള മറ്റു അണികൾക്ക്, അതായത് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽപ്പെട്ട മറ്റു ആളുകൾക്ക് UDF-ലേക്ക് പോകാൻ ഒരു താല്പര്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അണിയറിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു തീരുമാനത്തിലെത്താൻ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് ജോസ് കെ മാണിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് കാര്യം. അല്ലെങ്കിൽ ഒരു പക്ഷേ വീണ്ടും കേരള കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് പോകും. ഏതായാലും ഇതിനൊക്കെയുള്ള ഒരു നിർണായകമായിട്ടുള്ള ഉത്തരമാണ് ഇനി വരും മണിക്കൂറിൽ വരാനിരിക്കുന്നത്. 11:30 കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ അതൊരു വ്യക്തത വരും. ഈ ജോസ് കെ മാണിയും അടങ്ങുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിലവിൽ തുടരുന്നത് പോലെ തന്നെ LDF മുന്നണിയുടെ ഭാഗമായി വരുന്ന തെരഞ്ഞെടുപ്പിലും ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നുള്ളത് അറിയാൻ ഇനിയിപ്പോൾ മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ഏതായാലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ജോസ് കെ മാണി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അതിൽ വ്യക്തത വരും എന്ന് തന്നെയാണ് തീർച്ച.